ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലത്തെ ബാക്കിയാണ് ഇന്നും. ഇന്നലെ മെനിങ്ങാന്നുമായിട്ട് ഒരുപാട് നല്ല നല്ല നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് കിട്ടി. ഇവരോടൊക്കെ എനിക്ക് ഒരു കാര്യം ചോദിക്കാൻ, ആരുടെയും പേര് പറയാതെ എൻ്റെ ചാനലിൽ ഞാൻ ആരുടെയും ലൈവിൻ്റെ കീഴിലോ വീഡിയോയുടെ കീഴിലോ ഒന്നും അല്ല ഞാൻ കമൻറ്റ് ഇട്ടത്. എൻ്റെ ചാനലിൽ ഒരു ഫോട്ടോ ഇട്ടു. അതിനെനിക്ക് ഇത്രയും മരിച്ചുപോയ എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും ഒക്കെ പറഞ്ഞു. നിങ്ങളോടൊക്കെ ചോദിക്കാൻ, ഞാൻ പബ്ലിക്കലായിട്ട് ഞാനാണ് ഒരു വീഡിയോയും ഒരു ഫോട്ടോയും ഇട്ടത്. എന്നെയല്ലേ പറയേണ്ടത്? എൻ്റെ മരിച്ചുപോയ ഭർത്താവിനെയാണോ പറയേണ്ടത്? ഒരു യൂട്യൂബിലും വരാത്ത എൻ്റെ മക്കളെയാണോ പറയേണ്ടത്? എൻ്റെ പേരെടുത്ത് പറഞ്ഞ് തനുജ എന്ന് പറയുന്ന സ്ത്രീ ബോഡി ഷേമിങ് ചെയ്തപ്പോൾ അന്നേരം നിങ്ങളൊക്കെ എവിടെയായിരുന്നു? അന്നേരം നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ? ഞാനും ഒരു പാവം പിടിച്ച ഒരു വിധവയായ സ്ത്രീയാണ്. 2 പെൺകുട്ടികളാണ് എനിക്കും ഉള്ളത്. എന്താ ഞങ്ങളോട് നിങ്ങൾക്ക് ദയവില്ലേ? പിന്നെ ഒരാൾ പറഞ്ഞു കുശുമ്പാണെന്ന്. എന്തിൻ്റെ കുശുമ്പ്? എന്ത് കാരണത്താലാണ് എനിക്ക് കുശുമ്പ്? ഈശ്വരൻ തരുന്നതാണ് ഓരോ കലകൾ. ഒരാൾക്ക് അഭിനയിക്കാൻ അറിയാമെങ്കിൽ ഒരാൾക്ക് പാടാൻ അറിയാം. ഇങ്ങനെയൊക്കെ ഈശ്വരൻ തരുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ശരീരപ്രകൃതി ഓരോരുത്തർക്കും ഈശ്വരൻ സൃഷ്ടിക്കുന്നതാണ് ഇതൊക്കെ. ഞാനൊരു ഫോട്ടോ ഇട്ടത് യൂട്യൂബ് ചാനൽ ബന്ദർ മേരാ ഭായി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങളോട് ഞാൻ പലവട്ടം ഇന്നലെ ഞാൻ പറഞ്ഞു, ആ ചാനലിൽ പോയി നോക്ക്. ഈ ഫോട്ടോയും ഈ ഫോട്ടോയുടെ പല വെവ്വേറെ വെറൈറ്റികൾ അതിനകത്ത് കിടപ്പുണ്ട്. പബ്ലിക്കായിട്ട് ഞാനാണ് വീഡിയോ ഇട്ടത്, ഫോട്ടോ ഇട്ടത് ഞാനാണ്. എന്നെ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ ഈ മരിച്ചുപോയ എൻ്റെ ഭർത്താവിനെയും, തവള നിൻ്റെ ഭർത്താവല്ലേ, എങ്ങും സോഷ്യൽ മീഡിയയിലില്ലാത്ത എൻ്റെ മക്കളെ, എന്തിനെൻ്റെ മക്കളെയൊക്കെ പലിച്ചു വിടണം? എന്തിനെൻ്റെ മരിച്ച ഭർത്താവ് എന്ത് ചെയ്തു? എൻ്റെ മക്കൾ എന്ത് ചെയ്തു? ഞാനൊരു ഫോട്ടോ ഇട്ടതിനോ? ആരും അതിനകത്ത് പേര് പറഞ്ഞിട്ടില്ല, ഒരു ക്യാപ്ഷനും കൊടുക്കാത്ത ഒരു ഫോട്ടോ. നിങ്ങൾ തന്നെ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട്, അപ്പം ചിലർ പറഞ്ഞു നീ തന്നെയല്ലേ. ഞാൻ തന്നെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? അതെന്താണ് 2 പേർക്ക് 2 ന്യായം? അവർ മാത്രമേ ഉള്ളൂ പാവങ്ങൾ. ഞങ്ങൾ ആരുടെ മുമ്പിൽ പിച്ച തണ്ടാതെയും ആരുടെ മുമ്പിൽ ഇരക്കാതെയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നത് കൊണ്ടാണോ ഞങ്ങൾക്ക് ന്യായമില്ലാത്തത്? അവരിരുന്ന് തിന്നുന്നുണ്ട്, അവർക്ക് ന്യായമുണ്ട് അല്ലേ? എന്തൊരു കഷ്ടമാണ് നിങ്ങൾക്ക്. ഇതാണ് നിങ്ങളുടെയൊക്കെ മനുഷ്യത്വം. ഒരമ്മയും കുഞ്ഞും തന്നെയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവരോട് ആവാം, ആവശ്യത്തിനാവാം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യണം വേണ്ടാന്ന് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് സഭ്യമായ വിമർശനം നടത്താം. ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം. പക്ഷേ അത് സഭ്യമായ ഭാഷയിൽ വേണം, എന്നെ വേണം പറയാൻ. അല്ലാതെ മരിച്ചുപോയ എൻ്റെ ഭർത്താവിനെയോ എൻ്റെ മക്കളെയോ അല്ല പറയേണ്ടത്. എന്നെ വിമർശിക്കാം നിങ്ങൾക്ക്. അത് സഭ്യമായ ഭാഷയിൽ. നിങ്ങളൊക്കെ എന്ത് വൃത്തികേടാണ് അതിനകത്ത് കീഴിൽ എഴുതി വെച്ചത്? ഇതൊന്നും കണ്ടിട്ട് തനുജയ്ക്കൊന്നും പറയാനില്ലേ? തനുജയല്ലേ എന്നെ ഇതിനകത്ത് ഇട്ട് കൊടുത്തത്? അപ്പോൾ ഞാൻ പേരെടുത്ത് പറഞ്ഞ് അവരെ ബോഡി ഷേമിങ് ചെയ്തിരുന്നെങ്കിലോ? അപ്പം നിങ്ങളെന്തോ ചെയ്തേനെ? ഇത്രയും വീഡിയോ ചെയ്യിപ്പിക്കാനും നിങ്ങളൊക്കെ കാരണമാണ്. ഇന്നലെ ഞാൻ തെറി വിളിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. തെറി വിളിപ്പിച്ചത് എനിക്ക് ഒട്ടും തെറി പറയാൻ താല്പര്യമില്ല. പക്ഷേ എന്നെ കൊണ്ട് വിളിപ്പിച്ചതാണ് നിങ്ങളൊക്കെ. ഇനി കമൻറ്റിലോട്ട് പോകാം. ബാക്കി കമൻറ്റുണ്ടേ, അതിലോട്ട് പോകാം. ഇത് പറയുന്നത് ആഫി മുഹമ്മദ്. അവരിന്നലെ മെനക്കെട്ടിരുന്ന് എനിക്ക് കമൻറ്റ് ഇട്ടേതു. ഇത്രയും സമയം എനിക്ക് കമൻറ്റ് ഇടുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ജോലികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഇനി കമൻറ്റ് ഞാൻ വായിക്കാം. നീ കണ്ടോടി തനുജ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ഉളുപ്പില്ലേ നിനക്ക് പറയാൻ? ആട്ടോ ഡ്രൈവർ, ബസ് ഡ്രൈവർ, ഫ്ലൈറ്റ് പില്ലറ്റ്, നീ ആര് CCTVയോ? ആഫി മുഹമ്മദേ, നിങ്ങളുടെ പേര് വേറെയാണെന്ന് എനിക്കറിയാം. പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇന്നേ വരെ? എൻ്റെ ഫാമിലി ഏതാ, അല്ലെങ്കിൽ ഞാൻ ആരാ, എവിടുത്തെ എന്താണെന്നോ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞ് ആരെങ്കിലും ഇന്നേ വരെ വീഡിയോ ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ കുറേ വർഷം, 2-3 വർഷം കൊണ്ട് തനുജയെ പബ്ലിക്കിൽ എന്തോരം പേരാണ് പറയുന്നത്, എന്തോരം പേരാണ് ചെയ്യുന്നത് അവരെ പറ്റി വീഡിയോ. അവർ തന്നെ പറയുന്ന കാര്യങ്ങളല്ലേ സുനിത കാസിം ലൈവിൽ വന്ന് പറഞ്ഞത്. ഇതിൽ വേറെ CCTV വേണോ? അവർ ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക്കായിട്ട് വന്നതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ അവരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെയല്ലെന്നാണ് പറഞ്ഞത്.
കമൻറ്റ് ബോക്സ് ഇതെല്ലാം ആഫി മുഹമ്മദിൻ്റെ കമൻറ്റാണ്. കമൻറ്റ് ബോക്സ് വെച്ചിരിക്കുന്നത് ആളുകൾക്ക് പ്രതികരിക്കാൻ തന്നെയാടി, അത് ഞങ്ങളുടെ ഇഷ്ടം. നീ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ചലച്ചുകൊണ്ടിരിക്കും. നിനക്കിതാണോ കമൻ്റ് ഇടാം, സഭ്യമായ വാക്കുകളിടാം. മരിച്ചുപോയവരെയൊക്കെ നിങ്ങൾ എന്തിനാണ് പിടിച്ചിടുന്നത്? എന്നെ പറ, ഞാനല്ലേ വീഡിയോ ചെയ്യുന്നത്, എന്നെ പറയൂ. അടുത്തത്, കമൻറ്റ് ബോക്സ് വെച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് പ്രതികരിക്കാൻ തന്നെയാടി, അത് ഞങ്ങളുടെ ഇഷ്ടം. നീ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ചിലച്ചുകൊണ്ടിരിക്കുക. നിനക്ക് തനുജയെ വിമർശിക്കാം, നിന്നെ ആർക്കും വിമർശിക്കാൻ പാടില്ലേ? ആഹാ, അത് നല്ല കൂത്ത്. നാമം ജപിക്കുമ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കിളവിമാർ നാണമില്ല സ്ത്രീയെ. നിൻ്റെ മയിര് വിളി വീട്ടിലുള്ളവരെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കമൻറ്റ് ബോക്സിലൂടെ വലിച്ചു കീറാൻ നീ തന്നെ മയിലുമായി വന്നു മൈരമ്മ പിങ്കി. ഈ പറഞ്ഞ ഭാഷയൊക്കെ നീ നിൻ്റെ അമ്മയോ അല്ലെങ്കിൽ നിൻ്റെ വീട്ടുകാരെ വിളിക്കുന്നതാവാം. നീ അവരെ വിളിച്ചുകൊണ്ടിരുന്നാൽ മതി. കമൻറ്റ് ബോക്സ് ഞാൻ ഓഫാക്കി വെച്ചിട്ടില്ല. സഭ്യമായ ഭാഷയിൽ നിനക്ക് വിമർശിക്കാം. നിൻ്റെ വീട്ടിൽ നിൻ്റെ മരിച്ചുപോയ നിൻ്റെ കെട്ടിയോനോ അല്ലെങ്കിൽ നിൻ്റെ അച്ഛനോ മരിച്ചുപോയ അവരെ പറയുമ്പോഴേ നിനക്കത് വിഷമം വരുത്തുള്ളൂ. എടി, സ്വന്തം മുഖം കാണിച്ചിട്ട് നീ വന്ന് എഴുതിയിട്, അതിനൊരു മാന്യതയുണ്ട്. ഇത് പലതന്ത്രയുടെ സ്വഭാവം കാണിക്കരുത്. ഞാൻ നിന്നെ തെറി വിളിച്ചോടി അലവലാതി, അത് നിൻ്റെ അമ്മയാണ് അലവലാതി, ഞാനല്ല. നീ നിൻ്റെ അമ്മയെയും മോളെയും മൈരെന്നാണോ വിളിക്കുന്നത്? ഇനിയും വിളിക്കടി മൈരെന്ന്. അത് നിൻ്റെ അമ്മ, അച്ഛൻ, മോൾ, ഭർത്താവ് ഒക്കെ. കുഞ്ഞുനാൾ മുതൽ വീട്ടിൽ ഇതാണോടി നിന്നെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന തെറി സ്ത്രീയെ. അഫി, നിൻ്റെ വീട്ടിലെ കാര്യം നീ ഇങ്ങനെ വിളിച്ച് പറയാതെ, നാലാൾ അറിഞ്ഞാൽ മോശമാണ്. നിൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് നീ ഇതൊക്കെ പറയുന്നത്. എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെയായിരുന്നു എൻ്റെ മക്കൾ ആ പാതയിലായിരുന്നെങ്കിൽ എങ്ങും എത്തത്തില്ലായിരുന്നു. ഇന്ന് അന്തസ്സായിട്ട് എൻ്റെ മക്കൾ ജോലി ചെയ്ത് തന്നെയാണ് ഈ ജീവിക്കുന്നത്. അവർ മര്യാദയുള്ള കുട്ടികൾ തന്നെയാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് വിമർശനമൊക്കെ ഞാൻ നിങ്ങൾക്കെതിരെ കമൻ്റ് ഇട്ടിരുന്നു. സ്ത്രീയെ പോയി നോക്ക്, ഞാനൊന്നും ഇട്ടിട്ടില്ല. ആരോഗ്യകരമായ വിമർശനമായിരുന്നു. ഞാൻ നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, നിങ്ങളെ തെറി പറഞ്ഞിട്ടില്ല. മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിലുള്ള ഒരു വ്യത്യാസം മനുഷ്യൻ ബുദ്ധിയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയാണോ CP ഇടുന്നത് എന്നുള്ളത് മനസ്സിലാവാതിരിക്കാൻ ഞങ്ങൾ മണ്ടബുദ്ധികളല്ല. പിന്നെ നിങ്ങൾ വിളിച്ച തെറി മുഴുവൻ നിങ്ങളെ ഈ സംസ്കാരം പഠിപ്പിച്ചവർക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മ, അച്ഛൻ, മക്കൾ, പിന്നെ നിങ്ങൾ മക്കളെ തിരിച്ച് വീട്ടിൽ വിളിക്കുന്നത് പൂ എന്ന തെറിയൊക്കെ. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലെ രീതിയായിരിക്കും. മരിച്ചുപോയ എൻ്റെ ഭർത്താവിനെയും മരിച്ചുപോയ എൻ്റെ അച്ഛനെയും ഒക്കെ നിനക്കൊക്കെ പറയാമെങ്കിൽ നിൻ്റെ വീട്ടിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കുക. ഇതൊക്കെ തന്നെ ആയിരിക്കാം. എനിക്കിതിലൊന്നും പറയാനില്ല. നിങ്ങൾ തനുജയെ വിമർശിക്കുന്നു, അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ വരുന്നു. തനുജയും പ്രതികരിക്കുന്നു. തുടർന്ന് നിങ്ങൾ വീണ്ടും തനുജയെ എടുത്ത് വീഡിയോ ചെയ്യുന്നു. നിങ്ങൾ ഐമറിനെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ എന്താണോ തനുജയെ വിമർശിച്ചത് അത് സെയിം സിഗ്നൽ കോഡ് കൂടി CP പിക്കിടുന്നു. ഇത്രയും പോരെ? പിന്നെ നിങ്ങൾ തനുജ എന്ന് മെൻഷൻ ചെയ്യേണ്ടി വരുന്നില്ല. ഞങ്ങൾ ആഹാരം തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ചെയ്യുന്നത് വളരെ മോശമാണെന്ന്. ആരോഗ്യകരമായ വിമർശനം ആർക്കും ചെയ്യാം. പക്ഷേ ഇത്രയും നിലവാരം കുറഞ്ഞ CPയും വീഡിയോയും കാണാനും കേൾക്കാനും ഇടവന്നതിൽ ആളുകൾക്ക് പ്രതികരിക്കാം. ശരി, ആഫി മുഹമ്മദ് തനുജയുടെ ലൈവിൽ എൻ്റെ പേര് പറഞ്ഞ് എന്നെ ബോഡി ഷേമിങ് ചെയ്തപ്പോൾ ഈ ആഫി മുഹമ്മദ് എവിടെയായിരുന്നു? മറുപടി പറയണം. നിങ്ങൾ എവിടെയായിരുന്നു? എൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് തനുജ എന്ന് പറയുന്ന സ്ത്രീ എന്നെ ബോഡി ഷേമിങ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ മറുപടി ഇല്ലായിരുന്നോ? രമ്യ, ഞാൻ രമ്യയായിട്ടുള്ള ബന്ധം നിനക്ക് എന്താണെന്നറിയാമോ? അവളെൻ്റെ മോളാണ്. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ആകെ അറിയാവുന്ന വ്യക്തിയും അവൾ തന്നെയാണ്. അല്ലാതെ എനിക്ക് വേറെ ആരെയും അറിയില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ മോള് രമ്യ. ഞാനിനി വീഡിയോ ഇട്ടാലും ഇല്ലെങ്കിലും ഞാൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ രമ്യ, അതായത് ഐമറിനെ
ഞാൻ സപ്പോർട്ട് ചെയ്യും. അവൾ എൻ്റെ മൂത്ത മകളാണ്. ചേച്ചി എന്നെ തെറി വിളിച്ചതല്ലേ? ഞങ്ങൾ ഫ്രൈഡേ തിരുവനന്തപുരം വരുന്നുണ്ട്. ചേച്ചി ലൊക്കേഷൻ ഇടൂ. ഒക്കെ ചേച്ചിയും മക്കളും എന്താ ചെയ്യുന്നതെന്നൊന്ന് കാണണം. ഇനിയും അതുമല്ലെങ്കിൽ ഞങ്ങൾ അവിടെ 4 ദിവസത്തേക്ക് അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ചേച്ചി അങ്ങോട്ട് വാ, ഞാൻ ഡീറ്റെയിൽസ് തരാം. നീ ആരെ, മുഖ്യമന്ത്രിയാ അതോ നീ മോദിയാ നിന്നെ കാണാൻ വരാൻ? പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു, നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താ? നീ ആരാ നീയാണോ എനിക്ക് ചിലവിന് തരുന്നേ നിന്നെ ബോധിപ്പിക്കാൻ? പിന്നെ നിൻ്റെ മുമ്പിൽ വന്ന് നേരിട്ട് നിൻ്റെ മുന്നിൽ വന്ന് നിൻ്റെ അമ്മയോ അച്ഛനെയോ അല്ലെങ്കിൽ നിൻ്റെ സഹോദരങ്ങളോ അല്ലെങ്കിൽ നിൻ്റെ മക്കളെയോ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ നീ പ്രതികരിക്കില്ലേ? നീ പ്രതികരിക്കുമല്ലയോ? നീ പ്രതികരിക്കത്തില്ലെങ്കിൽ നീ അവരുടെ മകളല്ല. എൻ്റെ മക്കളുടെ മുമ്പിൽ നേരിട്ട് നീ എന്നല്ല ആര് വന്നു എന്നെ മോശമായിട്ട് പറഞ്ഞാൽ എൻ്റെ മക്കൾ പ്രതികരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നീ വരുന്നിടത്ത് കാണാൻ എൻ്റെ പട്ടി പോലും വരില്ല. നീ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പിന്നെ ഗതാഗത മന്ത്രിയോ അല്ലെങ്കിൽ മറ്റേ മന്ത്രിയോ ഒന്നും അല്ലല്ലോ നിന്നെ വന്ന് ഞാൻ കാണാൻ, നിൻ്റെ കാലിൻ്റെ കീഴിൽ വന്ന് കാണാൻ. ഒന്ന് പോടി. നിന്നെ നല്ല അസൽ പച്ചത്തറി വിളിക്കാൻ അറിയാഞ്ഞിട്ടില്ല. പക്ഷേ വിളിച്ചു കഴിഞ്ഞാൽ നിന്നെപ്പോലെ എൻ്റെ നിലവാരം വളരെ താഴ്ന്നു പോകും. ഞാനത് ആഗ്രഹിക്കുന്നില്ല. പിന്നെ തെറിയേക്കാട്ടിൽ മൂർച്ചയുള്ള നല്ല മറുപടി ഞാൻ തരും. ഓക്കെ, നീ മറുപടി പറഞ്ഞു. നിനക്കിഷ്ടമുള്ളിടത്തോളം കാലം നീ മറുപടി പറഞ്ഞു. പക്ഷെ അത് എന്നെ വേണം മറുപടി പറയാൻ. എൻ്റെ മക്കളെയോ എൻ്റെ അച്ഛനെയോ എൻ്റെ ഭർത്താവിനെയോ പറയാൻ പാടില്ല. കാരണം എൻ്റെ അച്ഛനും ഭർത്താവും മരിച്ചുപോയ വ്യക്തികളാണ്. എൻ്റെ മക്കളും ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. ഞാനാണ് വീഡിയോ ഇടുന്നത്. നിനക്ക് എന്ത് വേണേലും എന്നെ പറയാം. അത് സഭ്യമായ ഭാഷയിൽ വിമർശിക്കാം. നല്ലത് കണ്ടാൽ ഞാൻ എടുക്കും. ഞാൻ നിൻ്റെ മരിച്ചുപോയ ഭർത്താവിനെ പറഞ്ഞു. എന്നിട്ട് നീ അസഭ്യ ഭാഷ ആദ്യം നീ മലയാളം ഒന്ന് എഴുതാൻ പഠിക്കുക. അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതുവാണെങ്കിൽ അത് നല്ല രീതിയിൽ എഴുതുക. അല്ലെങ്കിൽ നീ ഇംഗ്ലീഷിൽ എഴുതും. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആൾ തന്നെയാണ് ഞാൻ, കേട്ടോ. നീ നല്ല സ്ത്രീയാണെങ്കിൽ തെറി പറയാതെ ഞാൻ പറഞ്ഞതുപോലെ മറുപടി പറയാമല്ലോ. നിനക്കതിനുള്ള കഴിവില്ല. കാരണം നല്ല കുടുംബത്തിൽ ജനിക്കണം. നീയാണോ തീരുമാനിക്കുന്നത് ഞാൻ ഏത് കുടുംബത്തിൽ ജനിക്കുന്നത്? അഫി മുഹമ്മദേ, എൻ്റെ പേരെന്താണെന്ന് നിനക്കറിയാമോ? പിങ്കി എന്നല്ല നിനക്കറിയാമല്ലോ. എൻ്റെ ഫുൾ പേരെന്താണെന്ന് നിനക്കറിയാമോ? എൻ്റെ കുടുംബം എവിടെയാണെന്നറിയാമോ? ഞാൻ ഏത് കുടുംബത്തിലാണെന്നറിയാമോ? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും നിനക്കറിയാമോ? പിന്നെ നീ എന്തർത്ഥത്തിലാണ് ഇത് പറയുന്നത്? ഞാനൊരു വീഡിയോ ചെയ്തതിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇട്ടതിലാണോ എൻ്റെ നിലവാരം നീ തീരുമാനിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിന്നോട് എനിക്കൊന്നും പറയാനില്ല കുഞ്ഞേ, ഒന്നും പറയാനില്ല. പിന്നെ ദേവപ്പൊന്നു എന്ന് പറഞ്ഞ ഐഡിയോട് നിങ്ങൾ ജയ്മോൻ ബ്രോയോട് പല മോശ കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹം ഒരു പോലീസുകാരനാണെന്ന് ഓർമ്മ വേണം. ഒരു പോലീസുകാരനോടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഭാഷ പറഞ്ഞതെന്ന് ഓർമ്മ വേണം, കേട്ടല്ലോ. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ പറയുക. മരിച്ചുപോയ എൻ്റെ ഭർത്താവിനെ പറയരുത്. ഞാൻ പറഞ്ഞേക്കാം. എന്നെ അടുത്തത് സുനിത. ഇടീ, നീ പോയി ആദ്യം നിൻ്റെ ശരീരം എങ്ങനെയുണ്ടെന്ന് നോക്കി, എന്നിട്ട് മറ്റുള്ളവരെ ഉണ്ടാക്കാൻ ചെന്നാൽ മതി. കേട്ടോടി ഡാഷ് മോളെ. അപ്പോൾ സുനിതയ്ക്ക് എന്നെ തെറി വിളിക്കാം അല്ലേ സുനിത ആദ്യം സുനിതയുടെ ബോഡി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്ക്. സുനിത ഉദ്ദേശിക്കുന്ന രീതിയിലാണോ? സുനിതയുടെ കുടുംബത്തുള്ളവരുടെ എല്ലാം ശരീരപ്രകൃതി സുനിത ഒന്ന് നോക്കണം. കാരണം ഈശ്വരനാണ് എന്നെയൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. എനിക്ക് അതിനപ്പുറം സുനിതയോടൊന്നും പറയാനില്ല. അടുത്ത മായ. നിങ്ങൾ എന്തിനു കൊള്ളാം? കഴുത്തിടുങ്ങി കുറുകി തനുജയുടെ പുറകിലെ ഭംഗിയുണ്ടോ സ്ത്രീയെ? 2 പെൺമക്കളല്ലേ? വൃത്തികെട്ട സ്ത്രീയെ. നിങ്ങളുടെ മക്കൾക്ക് അമ്മയെ നിലക്ക് നിർത്താൻ വയ്യേ? മായ, ഞാൻ ഇതുവരെ മോശമായ രീതിയിൽ നടന്നിട്ടില്ല. എൻ്റെ മക്കളുടെ ശിരസ് കുനിക്കുന്ന രീതിയിൽ ഇതുവരെ എന്നിൽ നിന്നൊരു പ്രവൃത്തി എൻ്റെ മക്കൾക്കുണ്ടായിട്ടില്ല. അവരുടെ നല്ലൊരു അമ്മയാണ് ഞാൻ, കേട്ടല്ലോ. പിന്നെ എൻ്റെ കഴുത്തിടുങ്ങി കഴുത്ത് കുറുകി ഇതൊക്കെ ഞാൻ സഹിച്ചു, എൻ്റെ കുടുംബം സഹിച്ചു.
നിങ്ങളതിന് വറീഡാവണ്ട. പിന്നെ തനുജയുടെ പുറകിലെ ഭംഗി എനിക്ക് കണ്ടവളുടെ ഒന്നും പുറകിലെ ഭംഗിയൊന്നും കാണാൻ പോകാൻ വയ്യ. അതൊക്കെ നിങ്ങളൊക്കെ പോയി കണ്ടാൽ മതി. എനിക്ക് ആരുടെയും ബാക്ക് വശമൊന്നും കാണാനുള്ള താല്പര്യമില്ല, എനിക്ക് ആഗ്രഹവുമില്ല കേട്ടോ. മായ പോയി അങ്ങ് പുറകുവശമൊക്കെ കണ്ടാൽ മതി, ആസ്വദിച്ചോ, എനിക്ക് കാണണ്ട. അടുത്തത് വിഷ്ണു വിച്ചു. ആർട്ടിസ്റ്റിൻ്റെ കാമുകനാവാനാണ് തോന്നുന്നു അവനെ ഇത്രയും ബുദ്ധിമുട്ട്. എടീ പുഴുത്ത ശവമേ, നിനക്കെന്തോ കുരുവാണെന്നാണല്ലോ നീ പറയുന്നത്. എൻ്റെ കുരു കൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് വന്നോടാ വിഷ്ണു. നീ നിൻ്റെ തനുജയുടെ കുരുവൊക്കെ നോക്ക് കേട്ടോ. നിനക്ക് ഇത്രയും അങ്ങ് കുരു പൊട്ടാനേ അവളുടെ കുരു നോക്കിയാൽ മതി. മക്കളെ വിറ്റുന്ന ശവമേ നീ, അത് നീ ആർക്ക് വേണ്ടിയാണോ പറയുന്നത്? അവരാണ്, അവർക്ക് മക്കളില്ല, ഒരു മകളേ ഉള്ളൂ. വിറ്റ് തിന്നുന്ന അവരാണ്. ഞാൻ എൻ്റെ മക്കളെ വിറ്റിട്ടില്ലടാ കേട്ടോടാ നാറി. മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും കണ്ണാടിയിലൊന്നും നോക്കടി വെടി സ്ത്രീയെ. നിൻ്റെ അവൾ അപരാധിക്കുന്ന പോലെ ഞാൻ ഇന്നുവരെ അപരാധിക്കാൻ പോയിട്ടില്ലടാ. നീ കണ്ടിട്ടുണ്ടോ ഞാൻ അങ്ങനെ പ്രവൃത്തി ചെയ്യാൻ പോയത്? കണ്ടിട്ടുണ്ടോടാ? ചിലപ്പോൾ നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മയും അല്ല നിൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടാണ് നിനക്ക് കാണുന്നവരെല്ലാം അങ്ങനെയാണ് തോന്നുന്നത്. നിൻ്റെ അവളെ ചെന്നങ്ങ് പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് പറയണ്ട കേട്ടോ. അടുത്ത് ലതാ ബിനോജ്. നീ നിൻ്റെ ഭർത്താവാണോ ഇത്? ചുമ്മാതല്ല അവൻ തൊലഞ്ഞു പോയത്. കാമത്തവള പറ്റി പുണ്ടച്ചി തേവിടിച്ചി മൈ ഡാഷ് മോളെ. ലതാ, നിനക്ക് ഭർത്താവുണ്ടോ? ഉണ്ടോടി? അധികം താമസിയാതെ പൊയ്ക്കോളൂ. പിന്നെ കാമത്തവള നീ ആയിരിക്കും ചിലപ്പം നിൻ്റെ ആർട്ടിസ്റ്റ് അവളാണല്ലോ. എത്ര ആണുങ്ങളുടെ കൂടെ പോയത് അവളല്ലേ, അപ്പോൾ അവളെ അങ്ങ് വിളിച്ചാൽ മതി. പിന്നെ ബാക്കിയെല്ലാം നിൻ്റെ വീട്ടിലിരിക്കുന്ന നിൻ്റെ അമ്മയും മക്കൾ ഇതൊക്കെയാണ്, ഞാനല്ല കേട്ടോ. അടുത്തൊരു പാറു ശർമ്മ. പിങ്കി എന്ന സ്ത്രീയെ, അതേ പിങ്കി എന്ന സ്ത്രീയാണേ. നിങ്ങളും ഒരു രോഗിയാണല്ലേ? നിങ്ങളും ഒരു രോഗിയാണല്ലേ? എന്നിട്ടും ഇങ്ങനെയുള്ള പോസ്റ്റ് ഇടുന്നത്. 2 പെൺകുട്ടികളുടെ അമ്മ, കഷ്ടം. വെറുതെയല്ല നിങ്ങൾക്ക് അങ്ങനെ വന്നത്, നിങ്ങളുടെ മനസ്സിൻ്റെ നെഗറ്റിവിറ്റി കൊണ്ടാണ്. ഇത്രയ്ക്കും നിങ്ങളുടെയും നിങ്ങളുടെ കെട്ടുവിൻ്റെയും ഫോട്ടോ കൊള്ളാം. താങ്ക് യു. എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ കൊള്ളാമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് തോന്നി ഞാനും എൻ്റെ ഭർത്താവുമാണെന്ന്. പിന്നെ നീ എന്തിനാടി ഇത് പറയുന്നത്? നിനക്ക് തോന്നി ഞാനും എൻ്റെ ഭർത്താവുമാണെന്ന്, പിന്നെ ബാക്കി നീ എന്തിനാണ് പറഞ്ഞത്? ഞാൻ രോഗിയായാലും രോഗി അല്ലെങ്കിലും നിനക്കെന്താ നഷ്ടം പാറുവേ? നിൻ്റെ വീട്ടിൽ വന്നോ ഞാൻ? ഇല്ലല്ലോ. എൻ്റെ പണി നോക്ക് പാറു. എത്തമെന്ന് ഇവിടെയൊക്കെ ചൂലെടുത്തടിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോയിരിക്കുമെന്ന്. ഇനി വാടാ ചൂലടിക്കാൻ. ഞാൻ വീട്ടിലുള്ളവരെ ചൂലെടുത്തടിച്ചാൽ മതി, ഇങ്ങോട്ട് വരണ്ട. ആഫിയുടെ ഒരു കമൻ്റ് കൂടെ ഉണ്ട്. ഈ പിങ്കിയെ കണ്ടാൽ തന്നെ ഒരു മന്ത്രവാദി ലുക്കുണ്ട്. പിന്നെ ലൈവ് സംസാരം പാവമാണെന്നുള്ള അഭിനയമാണ്. യഥാർത്ഥ ദുഷ്ടത്തെയും കുടില മനസ്സും പുറത്തേക്ക് വന്നത് കണ്ടല്ലോ, അത്രയും മതി. ഇതൊക്കെ വെറും ചാവാലിപ്പട്ടികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. അത് നീ ആഫി, നിൻ്റെ വീട്ടിലുള്ളവരെല്ലാം ചാവാലിപ്പട്ടികളാണ്, ഞാനല്ല. പിന്നെ മന്ത്രവാദി, അത് നിൻ്റെ ആർട്ടിസ്റ്റല്ലേ, തനുജയാണ് മന്ത്രവാദമൊക്കെ ചെയ്യുന്നതും കൂടോത്രമൊക്കെ ചെയ്ത് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഞാനതൊന്നും ചെയ്തിട്ടുമില്ല. പിന്നെ ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, എനിക്കാവുന്ന സമയത്ത് ഞാൻ ക്ഷേത്രത്തിൽ പോകാറുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ പാവമാണെന്ന് വെച്ചാൽ ഞാൻ പാവമൊന്നുമില്ല. ഞാൻ എവിടെ പറഞ്ഞു ഞാൻ പാവമാണെന്ന്? ഒറ്റയ്ക്കൊരു സ്ത്രീ 2 പെൺകുട്ടികളെ വളർത്തി വലുതാക്കണമെന്നുണ്ടെങ്കിൽ പാവമായിരുന്നാൽ പറ്റത്തില്ല. ഞാൻ സ്ട്രോങ് തന്നെയാണ്. ചാവാലിപ്പട്ടികളെ നിൻ്റെ വീട്ടിലുള്ളവരെ ഉൾപ്പെടുത്തിയാൽ മതി കേട്ടല്ലോ. അടുത്തൊരു കമൻറ്റിന് മറുപടിയാണേ. പോലുള്ളവർ ഇവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കരുത്. മനുഷ്യജീവനാണ്, ആർക്കും ഗ്യാരണ്ടി ഇല്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മനുഷ്യജീവനാണ്, ആർക്കും ഗ്യാരണ്ടി ഇല്ല. പ്രത്യേകിച്ച് എനിക്ക് വിസ അടിച്ചു വെച്ചേക്കുക. 100 കൊല്ലത്തിലധികം ജീവിച്ചോളാം നീ പിങ്കി എന്ന സ്ത്രീയുടെ വികൃത മനസ്സ്. എൻ്റെ പൊന്നമ്മുവേ, തട്ടിപ്പോവാറായി വിസ അടിച്ചിരിക്കുന്ന സാധനമാണ് ഞാൻ. അതുകൊണ്ട് 100 വയസ്സ് വേണ്ട. എൻ്റെ കുഞ്ഞുങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് പേരക്കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടേച്ച് ചെത്താൻ മതി എന്നുള്ളൊരാഗ്രഹമുണ്ട്.
അതുവരെ നടക്കുമെന്ന് തോന്നുന്നില്ല. ആ ഈ പിങ്കി എന്ന സ്ത്രീയുടെ വികൃത മനസ്സ് ഇവർക്കാരോ ഇങ്ങനെ ചെയ്ത് അയച്ചു കൊടുത്തതാണ്. അമ്മുവേ ബന്ദർ ബന്ദർ എന്ന് വെച്ചാൽ കുരങ്ങ് ഹിന്ദിയിൽ ബന്ദർ കാ മേരാ ഭായി എന്ന് പറഞ്ഞ ചാനലുണ്ട്, പോയി നോക്കടി അവിടെ പോയി, എന്നിട്ട് നീ കിടന്ന് തുള്ളത്. ആ ദൈവത്തിൻ്റെ ദാനമായ ജീവൻ രാത്രിയിൽ കിടന്നാൽ നേരം വെളുക്കുമ്പോൾ ജീവനുണ്ടെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ പിങ്കി എന്ന സ്ത്രീ ഇത്രയ്ക്ക് അധപ്പതിച്ചോ? ഞാൻ അധപ്പതിച്ചത് നീ കണ്ടോ? നമുക്കൊരാളോട് ദേഷ്യം ഉണ്ടെങ്കിലും ഇത്രയാവരുത്. പിങ്കി എന്ന സ്ത്രീക്ക് പല അസുഖങ്ങളുണ്ടെന്നറിയാം. കർമ്മ എന്നിട്ട് സ്ത്രീയെ അത് വിട്ടുപോകില്ല. നീ മറ്റുള്ളവരെ പരിഹസിക്കും. അമ്മു എന്ന സ്ത്രീയോട് എനിക്ക് ചോദ്യം, അമ്മു എന്ന സ്ത്രീയാണോ അതോ ഇനി വേറെ വല്ലതും ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ ഞാൻ മെനങ്ങാന്നല്ലേ ഈ ഫോട്ടോ ഇട്ട് എന്നെ ബോഡി ഷേമിങ് ചെയ്തപ്പോൾ, ഒരു രോഗിയായ സ്ത്രീയെ ബോഡി ഷേമിങ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അപ്പോൾ പ്രതികരിച്ചില്ല? അപ്പോൾ നിങ്ങൾ എവിടെ പോയി? പിന്നെ ഞാൻ അധപ്പതിച്ചോ അല്ലെങ്കിൽ എനിക്ക് നിലവാരമില്ലാത്തവളോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്നെ അറിയാവോ പേഴ്സണലി? അറിയില്ലല്ലോ. ആകെ ഒരു 6-7 വീഡിയോ ഇട്ടപ്പോഴല്ലേ നിങ്ങൾ എന്നെ അറിഞ്ഞാൽ, നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിന് വിലയില്ല. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നാളെ നേരം വെളുത്താൽ ജീവനം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ ദേഷ്യം, എനിക്ക് അവരോട് ഒരു ദേഷ്യവും ഇല്ലായിരുന്നു. എൻ്റെ രമ്യയെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തത്. ഞാൻ പലപ്പോഴും ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, അവരുടെ ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്, പക്ഷേ ആ കുട്ടീനെ ഇഷ്ടമാണ്. പക്ഷേ അതിന് ശേഷം അവരവരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ എൻ്റെ ചാനലും രമ്യയുടെ ചാനലും, അതായത് അയ്മറിൻ്റെ ചാനലും ഇത് ചെയ്യണം ദിവസം പ്രതി ആഹ്വാനം, അവരുടെ ആളുകൾ വന്ന് ഇത്ര വൃത്തികെട്ട കമൻറ്റുകൾ ഇട്ടപ്പോഴും എനിക്കിപ്പോൾ അവരോട് വെറുപ്പാണ്. ലോകത്ത് ഞാൻ വെറുക്കുന്ന ഒരേ ഒരു സ്ത്രീ അവരാണ്. കേട്ടല്ലോ, നേരത്തെ എനിക്ക് വെറുപ്പില്ല, നിങ്ങൾ അന്തങ്ങളാണ് എനിക്ക് അവരെ വെറുപ്പാക്കിയത്. അടുത്തത് പ്രൗഡ് ടു ബി മലയാളി. നല്ല പേരൊക്കെ കേട്ടോ. അയ്യോ, നീയാണോ തടിയുള്ളവരെ കളിയാക്കുന്ന യവന സുന്ദരി? എവിടെയാടാ ഞാൻ യവന സുന്ദരി? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. ഞാൻ പറഞ്ഞോ യവന സുന്ദരിയാണെന്ന്? നീ ഒരു 250 കിൻഡൽ ഉണ്ടല്ലോ. പ്രൗഡ് ടു ബി മലയാളി. എൻ്റെ വെയിറ്റ് നോക്കിയായിരുന്നു, എനിക്ക് 85 ഉള്ളൂ, 85. പക്ഷേ നിൻ്റെ തനുജയ്ക്ക് എത്ര കിലോ ഉണ്ട്? അത് കാണും ഒരു 250 കിൻഡൽ. അത് പോയി ഒന്ന് തൂക്കി നോക്കണേ. നീ വന്ന് എന്നെ തൂക്കി നോക്കിയിട്ട് വേണം ഇതൊക്കെ പറയാൻ. പിന്നെ ഉണ്ടല്ലോ തള്ളേ, ഇനിയും തിന്ന് കൊഴുക്കാനാണോടി ഗിന്നിപ്പന്നി യൂട്യൂബ് കൊണ്ട് കൊണ പറയുന്നേ? നിൻ്റെ പൈസ കൊണ്ടാന്നോടാ ഞാൻ കൊണ പറഞ്ഞത്? നീ നിൻ്റെ പെണ്ണമ്പിളെ പറയുന്നല്ലോ, എന്നെ പറയല്ലേ. തിന്ന് വീട് വിറ്റപ്പോഴാണോടി പുതിയ ഐഡിയ കിട്ടിയത്? ഏടാ പന്നമാറി, നീയാണോ എനിക്ക് വീട് മേടിച്ചെന്ന് വിൽക്കാൻ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ പേരിലൊരു വീടുണ്ടായിട്ടില്ല, പിന്നെ ഞാൻ എവിടെയാണ് വീട് വിറ്റത്? എനിക്കറിയാം, പുതിയ കഥകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വിടാത്. ദഹിക്കുമോടി മറ്റുള്ളവരെ പരിഹസിച്ച് പണം ഉണ്ടാക്കി മുണിങ്ങൽ. അതിന് ഞാൻ എവിടെ നിന്ന് പണം ഉണ്ടാക്കി? സഹോദരി, യൂട്യൂബ് ചാനലിൽ വരുമാനമൊന്നുമില്ല, തുടങ്ങിയില്ല. അതിനൊരു 1000 സബ് മേളി വേണം, 4000 വാച്ച് അവർ വേണം, പിന്നെ എന്തൊക്കെയോ കുണാണ്ടറങ്ങൾ വേണം. എനിക്കിതൊന്നും ചെയ്യാനും അറിയത്തില്ല. എനിക്ക് ആകാണ്ട് 392 സബേ ഉള്ളൂ. അല്ലാതെ ഇതിൽ നിന്ന് വരുമാനമൊന്നും കിട്ടത്തില്ല. തെറ്റിദ്ധാരണയാണ് മക്കളെ. അതുകൊണ്ട് എൻ്റെ മക്കൾ കഷ്ടപ്പെട്ടാണ് ഞാൻ തിന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ദഹിക്കോടാ കേട്ടോ. എടി റേഷൻ കട ആക്രമിച്ച് കയറി 10 ചാക്ക് അരി എടുത്ത് അണ്ണാക്കിലോട്ട് തള്ളു. മറ്റുള്ളവരെ നെഞ്ചത്തോട്ട് കയറുന്നതിൽ അന്തസ്സതല്ലേ? പേര് വയറി പൊണ്ണത്തടച്ച് മൂഞ്ചിയ മോന്തയും കൊണ്ട് വന്നിരിക്കുന്നു. 20 വീലുള്ള ടൈലർ ലോറി പോലെയുണ്ട്. എന്നാലും മറ്റുള്ളവരുടെ ശരീരവണ്ണത്തിലാണ് അവൾക്ക് കണ്ണ്. യൂട്യൂബിൽ നിന്ന് പോകും. നീ കാരണം അത്രയും ദുരന്തമാണ്. ഞാൻ കാരണം യൂട്യൂബിൽ നിന്ന് പോയാൽ എനിക്ക് സന്തോഷമാണ്. അപ്പം നിൻ്റെ കുണുജ എങ്ങനെ തിന്നൂടാ? എങ്ങനെ തിന്നും? യൂട്യൂബ് വരുമാനം കൊണ്ടാണ് കുണിച്ച് തിന്നുന്നത്, ഞാൻ അതുകൊണ്ടല്ല കേട്ടോ. പിന്നെ റേഷൻ കട ആക്രമിച്ച് 10 ചാക്കി. എന്തിനാടാ? എനിക്കതിന് വരുമാനമുണ്ട്, എൻ്റെ ജീവിക്കാനുള്ളത് ആവതുണ്ട്, എനിക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ച് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഈ അണ്ണക്കിലോട്ട് തള്ളൊക്കെ ഇത് നിൻ്റെ വീട്ടിൽ നിൻ്റെ പെണ്ണുമ്പിള്ളയടുത്തും പിന്നെ മറ്റേ കുണിച്ചോടും പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. നിന്നെ ഇങ്ങോട്ട് വിളിച്ചില്ല കേട്ടോ. ഇത് പോങ്കി ഡോങ്കി മെങ്കിത്തു. നീ പാട്ട് പഠിച്ചു വന്നോ? എനിക്ക് നിൻ്റെ വീട്ടിൽ ഇരുന്നങ്ങ് പാടിയാൽ മതി, ഇല്ലെങ്കിൽ കുണിച്ചയുടെ ലെവലോട്ട് വിളിച്ചിട്ട് പാടിയാൽ മതി ഇതൊക്കെ കേട്ടോ. ഓടാ, ഈ പറയത്തില്ലേ ഇത് തന്നെ.
ഇനിയും പറവട്ടിമ്മ മലയാളി ഒരു കമൻറ്റും കൊണ്ടുണ്ടേ. 5 അപരാധീസിൻ്റെ കൂടെ പുതിയ 2 അപരാധീസും കൂടെ 30-45 ആൻഡ് ഭോങ്കി. അവ പിന്നെ കുറേ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. തീസ് കൊള്ളം ഫോറം തികഞ്ഞു. ഇനിയുമുണ്ടോ പുതിയ ഊട്ടപ്പ് മുതലാളിച്ചികൾ? ഊറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തെറുത്താത്തയാണ്. എനിക്ക് ഇവരെ ഒന്നും അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അയ്മറിനെ എനിക്കറിയാം, വേറെ ആരെയും എനിക്കറിഞ്ഞൂടാ. പോങ്കിത്തള്ളേ നിനക്ക് നല്ല റീച്ച് കിട്ടും. കോണ്ടൻറ്റ് തനുവാണല്ലോ. അത് ശരിയാട്ടോ. റീച്ച് എവിടെ നിന്നാണ് എനിക്കതറിയത്തില്ല. അതെവിടെ മേടിക്കാൻ കിട്ടും എനിക്കറിഞ്ഞൂടാ. പിന്നെ കണ്ടൻറ്റ് സത്യം. ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേന് ഡെയിലി എനിക്ക് ഇവർ നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ കമൻറ്റ് ഇട്ട് വന്ന് എനിക്ക് കണ്ടൻറ്റ് ആക്കി തരുമോ? അത് സത്യം കേട്ടോ ഞാൻ പറഞ്ഞത്, സത്യം. വേണമെങ്കിൽ താങ്കളും നാളെ മുതൽ തുടങ്ങിക്കോ. നീ കേരളത്തിൽ നിന്നെയൊക്കെ ഉള്ള കുറേ കൂറകളുണ്ടെന്ന് തനു ഉള്ളത് കൊണ്ട് മനസ്സിലായി. ആണോ? തനു ഉള്ളത് കൊണ്ട് ഇവരെയൊക്കെ മനസ്സിലായില്ലേ? സന്തോഷം. മനസ്സിലായല്ലോ, സന്തോഷം. പിന്നെ യൂട്യൂബ് വളർത്ത് അപരാധിച്ച് പടർന്ന് പന്തലിക്ക്. ഇയാളും പാടോ, അപ്പം നമുക്ക് പടർന്ന് ഒന്നിച്ച് പന്തലിക്കാം. ബായോ, ഗുഡ് ലക്ക്. ഓ, ബാഡ് ലക്ക് പറയുന്നത് കാര്യമായി. താങ്ക് യു, സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ പോയി കുണിജയുടെ വെയിറ്റ് ഒന്ന് നോക്കണം. എൻ്റെ വെയിറ്റ് 85 ആണ്. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നിന്നെ തൂക്കി കാണിക്കാം ഡയറക്റ്റ്. ഇപ്പം ഈ മാസം ഞാൻ ഹോസ്പിറ്റലിൽ പോകും. അന്നേരം നിന്നെ വേണമെങ്കിൽ വെയിറ്റ് ഡോക്ടർ എഴുതിയത് കാണിക്കാം കേട്ടോ. കുണിജയുടെ വെയിറ്റ് എന്ന് നീ പറയണം, മറക്കാതെ പറയണം. എന്നോടൊക്കെ എന്ത് മറുപടി പറയാനാണ്? വേറെ ഒന്നും പറയാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞ് വീഡിയോ ലോങ്ങായി. എനിക്ക് തെറി വിളിക്കാൻ താല്പര്യമില്ല. പക്ഷേ മരിച്ചുപോയ ഭർത്താവിനെയും ഒന്നും അറിയാത്ത എൻ്റെ മക്കളെയും പറഞ്ഞപ്പം എനിക്ക് വിഷമം വന്നു, പിടിവിട്ടുപോയി. അതാണ് ഇന്നലെ ഞാൻ തെറി വിളിച്ചത്. നിങ്ങളെല്ലാവരും വന്ന് ഞാൻ കമൻറ്റുകളൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. എല്ലാ കമൻറ്റുകളും വായിക്കുക. ഒരു അമ്മ എന്ന നിലയ്ക്കില്ല, അല്ല ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പ്രതികരിച്ച് പോവും, തെറി പറഞ്ഞു പോവും. അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. എനിക്കും അത് പറയാനൊന്നും താല്പര്യമില്ല. ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു, ക്ഷമിക്കാനോട്. പിന്നെ ദയവ് ചെയ്ത് എന്നെ വിമർശിച്ചു, പക്ഷേ മരിച്ചുപോയ ഭർത്താവിനെ പറയരുത്. അതുപോലെ ജോലി ചെയ്ത് ജീവിക്കുന്ന എൻ്റെ മക്കളെയും പറയരുത്. ഞാൻ ഒരിടത്തും അപരാധിച്ച് നടക്കുകയോ മോശമായി നടന്നിട്ടോ ഒന്നുമില്ല. ഇത്രയും കാലം എനിക്ക് എൻ്റെ അസുഖം വരുന്നവരെ ജോലി ചെയ്ത് ജീവിച്ചിട്ടുള്ളവളാണ് ഞാൻ. ആകെ 1-2 മാസമായാലും യൂട്യൂബിൽ വന്നിട്ട് ഇതിനകത്തൊന്നും വരുമാനമൊന്നും കിട്ടത്തുമില്ല. എനിക്കിട്ട് വേണ്ടാതാനും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. വീഡിയോ എടുത്തിട്ടൊന്നും അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളൊക്കെ ഞാൻ മെനങ്ങാന്നാണ് എൻ്റെ ഫോട്ടോ ഇട്ടത്. അതിനു മുമ്പ് എന്നെ ബോഡി ഷേവിങ് ചെയ്തപ്പം നിങ്ങളൊക്കെ എവിടെയായിരുന്നു? അത് ശരിയല്ല കേട്ടോ. 2 പേർക്ക് 2 ന്യായം. ഞാനും ഒരു വാടക വീട്ടിലും, ഒരാളല്ല 2 പെൺമക്കൾ. തനിജയെക്കാട്ടിലും സീരിയസ് രോഗമുണ്ട്. പക്ഷെ രോഗമുണ്ടെന്നും പറഞ്ഞിരിക്കുന്നില്ല. ഞാൻ ഇന്ന് വരെ ആരോടും 1 രൂപ ഇരക്കുകയോ ആരുടെയെങ്കിലും നിന്ന് 1 രൂപ മേടിച്ച് തിന്നുകയോ ഞാൻ ചെയ്തിട്ടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെ പറയരുത്. പബ്ലിക്കിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ മാത്രമല്ല, തനുജയുടെ വിഷയം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനുജയുടെയൊക്കെ തെളിവ് സഹിതമാണ് ഓരോരുത്തരും എടുത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷേ വീണ്ടും വീണ്ടും എന്നെക്കൊണ്ട് എൻ്റെ പറയിപ്പിക്കരുത്. എനിക്ക് ഇത്രയും നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ. അമ്മു എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞ പോലെ നാളെ നമ്മൾ ജീവനോടുണ്ടെങ്കിൽ ഉണ്ട്. ഒരടി കൊടുത്താൽ നമുക്ക് ആ വേദന മറക്കും. പക്ഷേ പറയുന്ന വാക്കുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് എന്നത്തേക്കൊരു വേദനയായിരിക്കും. നിങ്ങളെന്നെ വിമർശിച്ചോ, എന്നെ വിമർശിച്ചോ, പക്ഷേ മരിച്ചുപോയ ഭർത്താവിനെയോ മക്കളെയോ പറയരുത്. എൻ്റെ മക്കളുടെ ഫോട്ടോയുടെയൊക്കെ കീഴിൽ ചെന്നിട്ട് എപ്പോഴും തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ശപിക്കുന്നത്. അങ്ങനെയുള്ളവർ നിങ്ങൾ തനുജയെ മോളെയും ചേർത്ത് പിടിക്കുന്നില്ലേ? അപ്പം നിങ്ങൾ ഒരു അനാഥ സ്ത്രീയുടെ മക്കളെ നിങ്ങൾ ശപിക്കുന്നതും പ്രാവുന്നതും നിങ്ങൾക്ക് അങ്ങനെ ഗതി വരും. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? അപ്പം നിങ്ങളുടെയൊക്കെ നിലപാട് എന്താണ്? അത് ഈ കമൻറ്റിലൂടെ എനിക്ക് മനസ്സിലായി. നിങ്ങളും നിങ്ങളുടെ പേരിനും പ്രശസ്തിക്കൊക്കെ വേണ്ടിയിട്ടല്ലേ അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂലി കിട്ടുന്നുണ്ടാവും. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.